ഭരണപ്രതിസന്ധിയിൽ ബംഗ്ലാദേശ്. ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യൂനുസ് രാജ്യസന്നദ്ധത അറിയിച്ചെന്നാണ് റിപ്പോർട്ട്. നിലവിലെ സാഹചര്യത്തിൽ തനിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് യൂനുസ് പറഞ്ഞു. ആഭ്യന്തര പ്രക്ഷോഭങ്ങളുടെയും സൈനിക മേധാവിയുടെ അന്ത്യശാസനത്തെയും തുടർന്നാണ് തീരുമാനം. രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് എതിർപ്പ് തുടരുന്ന പക്ഷം പദവിയിൽ തുടരാൻ ആവില്ല എന്നാണ് മുഹമ്മദ് യൂനുസിന്റെ നിലപാട്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി മുഹമ്മദ് യൂനുസ് നിയന്ത്രിക്കുന്ന താൽക്കാലിക സംവിധാനത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു. മാത്രമല്ല, ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച് റോഡ് മാപ്പ് തയ്യാറാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഡിസംബറിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കണമെന്ന് സൈനിക മേധാവി വക്കർ ഉസ്സമൻ ഭരണകൂടത്തിന് നിർദ്ദേശവും നൽകി. ഇക്കാര്യങ്ങളെല്ലാമാണ് രാജ്യസന്നദ്ധ അറിയിക്കുന്നതിലേക്ക് മുഹമ്മദ് യൂനുസിനെ നയിച്ചത്. മുഹമ്മദ് യൂനുസിന്റെ മുൻ സഹപ്രവർത്തകൻ ഇദ്ദേഹം രാജ്യസന്നദ്ധ അറിയിച്ചതായി സ്ഥിരീകരിച്ചു. യൂനുസ് ഭരണകൂടത്തിൽ നിന്ന് മാറി പുതിയ പാർട്ടി രൂപീകരിച്ച നഹീദ് ഇസ്ലാമാണ് ഇക്കാര്യം അറിയിച്ചത്. യൂനുസിന്റെ സഹപ്രവർത്തകർ ചേർന്ന് അദ്ദേഹത്തെ രാജി തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു എന്നും നഹീദ് ഇസ്ലാം പറഞ്ഞു. സംഘർഷ കലുഷിതമാകുകയാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയമെന്നാണ് പറഞ്ഞുവരുന്ന സൂചനകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.